നമസ്കാരം. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് കൊച്ചരിക്കൽ ഗുഹ കാണാനും അരീക്കൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോണേ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളായി. ഇന്നാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു സാഹചര്യം അനുകൂലമായത്. നമ്മൾ പോയ ദിവസം നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ ക്ലൈമറ്റ് നല്ല അത്യാവശ്യം നല്ല മഴയും അങ്ങനെയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റായിരുന്നേ. അപ്പോൾ തെന്നിക്കിടക്കുമായിരുന്നു. അപ്പോൾ നല്ല തെന്നലുണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു മേളിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട്. ഒന്നാമത് കയ്യിൽ പാത്തു. ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായിരുന്നു. ഞാൻ ഇപ്പോൾ വന്നിട്ട് 8-9 വർഷമായി ഇവിടെ. പക്ഷേ എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊച്ചരിക്കൽ ഗുഹ കാണാൻ പോണേ. പക്ഷേ സംഭവം കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു മരം കണ്ടോ? ഇതൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു മുത്തശ്ശി മരത്തിൻ്റെ ഫീലാണ് കേട്ടോ. കാരണം നല്ല കാലപ്പഴക്കമുള്ള മരമായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ഗ്യാപ്പിലൊന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഈ ഓരോ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ. പക്ഷേ തിരക്ക് കാരണം അത് സാധിച്ചില്ല. കാണാനാണ് അവിടുത്തെ കുളം കേട്ടോ. ആ കുളത്തിലൊക്കെ എനിക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആളുകൾ ആ കുളത്തിലേക്ക് പോയിട്ടില്ല കേട്ടോ. കുറച്ച് പേരേ പോയിട്ടുള്ളൂ. അവിടെ അങ്ങനെ തിരക്കില്ല എങ്കിൽ പോലും ഇതിൽക്കൂടെ നടന്ന് അങ്ങനെ ഇറങ്ങാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. എൻ്റെ കയ്യിൽ പാത്രം ഉള്ളതുകൊണ്ടിട്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല, വെളിയിൽ നിന്ന് കണ്ട് ആസ്വദിച്ചു. ഈ ചെറിയ വഴിക്ക് രണ്ട് പോണേ. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. 20 രൂപ പാസ്സില്ല കേട്ടോ. പാസ്സുണ്ട് നമുക്ക് 20 രൂപയുള്ളേ. അപ്പോൾ ഇതാണ് കൊച്ചരിക്കൽ ഗുഹ കേട്ടോ. അപ്പോൾ ഈ ഗുഹയിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലോക സിനിമയുണ്ടല്ലോ, ലോക സിനിമയുടെ ചെറിയൊരു പോർഷൻ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഗുഹയിലാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. നല്ലൊരു മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പായതുകൊണ്ട് ക്ലൈമറ്റും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് മേളിൽ കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് അവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ വലിഞ്ഞ് കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആളുകളുള്ളതുകൊണ്ടിട്ട് നടന്നില്ല. പിന്നെ പിള്ളേർ അവരുടേതായ കലാപരിപാടികൾ, വെള്ളം കണ്ടു കഴിഞ്ഞാൽ എല്ലാ പിള്ളേർക്കും അതിലാണല്ലോ കൗതുകം. അപ്പോൾ എല്ലാം കൂടി വെള്ളത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഉറവ വെള്ളമാണ്. അവിടെ നിന്ന് ഉറവ് ഒഴുകി വരുന്നതുണ്ടോ. അപ്പോൾ എനിക്കും ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കാരണം 10 പേരെ കാണുമ്പോൾ ഞാനങ്ങ് ചൂളിപ്പോകുന്ന ഒരു ഇതാണ്, ഒരു നാണമാണ് എനിക്ക്. പിന്നെ കുറച്ച് മേളിലേക്ക് കയറി ഞാനും ഫോട്ടോയൊക്കെ എടുത്തു. അതിന് പിന്നെ പിള്ളേർ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഒന്നോണായി. കാരണം പിള്ളേർക്ക് ഞാനില്ലാതെ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ പിള്ളേർ വാ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പോയി. പിന്നെ പിള്ളേരുമായിട്ട് കുറച്ച് നേരം അവിടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. ഓരോ ചേട്ടന്മാരെ എൻ്റെ മുകളിലേക്ക് കയറിപ്പോണുണ്ടോ. ഇത് കുടിവെള്ളം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. അവിടെ കുടിവെള്ളം എന്ന് പറഞ്ഞൊരു ചെറിയൊരു കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഉറവ് വെള്ളം തന്നെയാണ്. അത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കെട്ടിയെടുത്തേക്കണം കേട്ടോ. കുടിക്കാനൊക്കെ ആവശ്യക്കാർക്ക് ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഉണ്ട്. പാലക്കാട് നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു ടീമിനെ പരിചയപ്പെട്ടായിരുന്നേ. അപ്പം ഞാനും പിള്ളേരും വെള്ളത്തിലൊക്കെ കളിക്കുകയാണ്. അതിനിടയിൽ പാത്തു വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ബഹളം ഉണ്ടായിരുന്നു. അവളുടെയും കാലൊക്കെ ഒന്ന് മുക്കിയെടുത്തു കേട്ടോ. അതിന് നേരെ നമ്മളിത് അവിടെ നിന്ന് അരീക്കൽ വെള്ളച്ചാട്ടം കണ്ട കേട്ടോ. പോണേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കൊരു ഓർമ്മയില്ല. പക്ഷേ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന പരിപാടിയാണ് കേട്ടോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്താണാവോ അവൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പറയണത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ല ഒച്ചയും ഒക്കെ ഉണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ വീഴുന്നതിൻ്റെ ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ കുണുങ്ങി പോകുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ നല്ല രസമാണ്. കാരണം ആ ഒരു ഫ്ലോയിലിങ് ഇറങ്ങിപ്പോരും. പക്ഷേ കയറാൻ ഭയങ്കര പാടാണ്. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മേളിൽ നിന്ന് വെള്ളം ഒഴിക്കാനാണ് എന്ത് ഭംഗിയല്ലേ. നല്ല തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ, കുട്ടികൾ, കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു തവണ വന്നിട്ടുള്ളൂ നേരത്തെ. അപ്പം അന്നേരം ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്റ്റെപ്പൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഒരു മോഡിഫിക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഭയങ്കരമായിട്ട് ടൂറിസം ആയി അത്. ഇപ്പം എല്ലാവരും തന്നെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇവിടെയും പാസ് 50 രൂപയാണോ 20 രൂപയാണോ ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ എടുത്ത് വെച്ചിട്ട് കുറച്ചായി വീഡിയോ, അതുകൊണ്ട് ഞാൻ വിട്ടുപോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ നാത്തൂനും പുതിയ ഒരു നാണാണ്. അപ്പോൾ ഞങ്ങൾ മടിച്ച് നിൽക്കുകയാണ്. അത് ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. ബാത്റൂമും ഡ്രസ്സിങ് റൂമും ഒക്കെയാണ് കേട്ടോ. നനഞ്ഞ ഡ്രസ്സൊക്കെ നമുക്ക് അവിടെ പോയി മാറാം. ഈ താഴത്തും ആളുകൾ നിന്ന് കുളിക്കുകയൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പിള്ളേരെ സെറ്റൊക്കെ ആദ്യമേ ഇറങ്ങി കേട്ടോ. എല്ലാം കൂടി വെള്ളത്തിലിറങ്ങി. പിന്നെ എല്ലാം മടിച്ച് നിന്നെങ്കിലും ഞങ്ങളും ഇങ്ങനെ ഇറങ്ങി രണ്ടും കൽപ്പിച്ച്. അവളിറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങൂല, ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അവൾ ഇറങ്ങൂല എന്നും പറഞ്ഞു തന്നെ. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. ഏറ്റവും വലിയ പ്രശ്നം അനുഭവപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കുഞ്ഞു മീനുണ്ട്. മീൻ വന്ന് കാലിൽ കൊത്തുന്ന പരിപാടി അതെനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുന്നത്, മീനിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലത്ത് നിൽക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നീങ്ങി പോവായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടെണ്ണം കൂടെ ഇങ്ങനെ മടിച്ച് നിൽക്കുക. എല്ലാവരും തന്നെ ഇത് പാറയുടെ മുകളിലൊക്കെ കയറിയിട്ട് മുനിമാരിരിക്കും പോലെയൊക്കെ ഇരിക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങിപ്പോരും. ഇത് തന്നെ കേട്ടോ കൗതുകം. കുഞ്ഞൊക്കെ അതിൻ്റെ മേളിൽ കയറാൻ നോക്കിയിട്ട് ഞാൻ വഴക്ക് പറഞ്ഞ് താഴത്തേക്ക് ഇറക്കിച്ചതാണ് കേട്ടോ.
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ. അല്ലെങ്കിലും വെള്ളത്തിൽ കളിക്കാൻ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. പിന്നെയും നല്ല കലക്കവെള്ളമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കഴുത്തിൽ മാലയൊക്കെ ഉള്ളത് നമ്മൾ ഊരിയൊന്നും വെച്ചില്ല കേട്ടോ. അത് അത്രയും അങ്ങനെ ചിന്തിച്ചില്ല. വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഓർത്തത് തന്നെ. അപ്പോൾ അത് പിന്നെ മാലയൊക്കെ കഴുത്തിൽ ഉള്ളതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ആകെ നല്ല ടെൻഷനായിരുന്നു. ഈ കലക്കവെള്ളത്തിൽ വല്ലതും പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ഒന്ന് കിടുകിടുകിടുന്ന് വിറച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എല്ലാത്തിനും ഓരോന്നായി മുകളിലേക്ക് കയറ്റി തുടങ്ങി. പക്ഷേ വെറുതെ കയറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കയറിയതിനേക്കാൾ സ്പീഡിൽ ഇറങ്ങി തിരിച്ച് പോരുമായിരുന്നു. മതിയായില്ല എന്നാണ് ഈ പറച്ചിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടേതായ കുറച്ച് രീതിയിൽ എൻജോയ് ഒക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. നീന്തിയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ടോ. അവൾ പറഞ്ഞു എടി അവിടെ അവിടെ കുറച്ചുകൂടെ രസമുണ്ടാകും, ആഴം ഉണ്ടാവും എന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ആഴമൊന്നുമില്ല, ഒരു ലേശം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പിന്നെ ഞങ്ങളവിടെ മുങ്ങിയും നീന്തിയും ഒക്കെ വന്നു. ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.